ഏറ്റവും അധികം മറിമായ എഴുതിയത് ഞാൻ ആണ്. ഉപ്പും മുളകും തുടങ്ങിയത് ഞാനാണ്. ഫസ്റ്റ് സീസൺ. അതിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് ഞാനാണ്. പിന്നെ ഞാൻ തുടങ്ങിയതാണ് അളിയൻ വേഴ്സസ് അളിയൻ. ജോലി ഉപേക്ഷിച്ച് കിടന്ന് മുഖം കാണിച്ച് അങ്ങനെ വന്ന 1-2 പേരുണ്ട്. രാഘവേട്ടനൊക്കെ പിന്നെ പഴയ നാടകക്കാരൻ. അന്ന് ഭാര്യ ഭർത്താവല്ല, ഉണ്ടായിരുന്നൊരു സമയത്ത്. ഇപ്പൊ ശ്രീകുമാറില്ല തോന്നുന്നു. ശ്രീകുമാർ ഇടയ്ക്ക്, കാരണം ഇവർക്കൊക്കെ സിനിമകളൊക്കെ വന്ന് തുടങ്ങുമ്പം ഇതൊരു തടസ്സമാണെങ്കിൽ അവർ വേറെ ട്രൈ ചെയ്യുമല്ലോ. 24-ാമത്തെ വയസ്സിൽ എനിക്ക് സർക്കാർ ജോലി കിട്ടി കഴിഞ്ഞപ്പോ എന്തോ വായനയും കുറഞ്ഞ് എഴുത്തും കുറഞ്ഞ്. സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ്സ് കരുനാഗപ്പള്ളിയിലാണ്. മലയാളി TV പ്രേക്ഷകരുടെ മനസ്സിൽ വളരെ കാലമായി കൃത്യമായി പതിഞ്ഞിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് മറിമായം. ഈ മറിമായത്തിലെ എഴുത്തുകാരനെ ആണ് ഇന്ന് സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ്സ് പരിചയപ്പെടുത്തുന്നത്. കരുനാഗപ്പള്ളിക്കാരനായ ഷിഹാബുദ്ദീൻ അഥവാ മറിമായത്തിന്റെ എഴുത്തുകാരൻ ഷിഹാബ് കരുനാഗപ്പള്ളി. സാർ, അപ്പോൾ ഇന്ന് കേരളത്തിലെ ഏറ്റവും ജനപ്രിയമായ ഒരു സോഷ്യൽ സറ്റയറാണ് മറിമായം. തർക്കമില്ലാത്ത വിഷയമാണ്. എങ്ങനെയാണ് സാർ ഈ മറിമായത്തിലേക്ക് എത്തിയത്? തുടക്കം മുതലുണ്ടോ? തുടക്കം മുതലില്ല. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഒരു 10-20 വയസ്സുള്ളപ്പോൾ റേഡിയോ നാടകമൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ അന്ന് വായന എന്ന് പറഞ്ഞാൽ എനിക്കൊരു വലിയ ഹരമായിരുന്നു. ഒരുപാട് വായിക്കുമായിരുന്നു, നാടകങ്ങൾ കേൾക്കുമായിരുന്നു, സിനിമകൾ കാണുമായിരുന്നു. പക്ഷേ സിനിമ കാണാനൊന്നും അധികം അനുവദിക്കാത്ത ഒരു വീട്ടിൽ നിന്ന് പോയി ഒളിച്ചും പാത്തും ഒക്കെയാ സിനിമ കാണും. അപ്പോൾ എനിക്കങ്ങനെ ഈ കലയോട് ഒരു ഹരം തോന്നി, കലയോട്, സാഹിത്യത്തോട്. അങ്ങനെ ഞാൻ കുറച്ച് ബാലസാഹിത്യങ്ങളൊക്കെ എഴുതി. ബാലരമ, ലാലു ലീല, ബാലയുഗം എന്നൊക്കെ പറഞ്ഞ് അന്ന് കുറേ സാധനങ്ങളുണ്ട്. കുറേ അയക്കും, കുറേ തിരിച്ചു വരും, ചിലതൊക്കെ അവർ എടുക്കും. അങ്ങനെ റേഡിയോ നാടകം വരെ ഞാൻ എഴുതി. പക്ഷെ 24-ാമത്തെ വയസ്സിൽ എനിക്ക് സർക്കാർ ജോലി കിട്ടി കഴിഞ്ഞപ്പോ എന്തോ വായനയും കുറഞ്ഞ് എഴുത്തും കുറഞ്ഞ് ഇപ്പോൾ ഉള്ളിലൊരു കോംപ്ലക്സ്, ഞാനിനി എഴുതിയാലും ഒന്നും ആകാൻ പോകുന്നില്ല എന്നുള്ള ഒരു തോന്നലൊക്കെ വന്ന് ഞാനതങ്ങ് പറക്കി ക്രിയേറ്റീവ് സ്കില്ലിൽ നിന്ന് ഫയൽ സ്കില്ലിലേക്ക് മാറി. പിന്നെ എനിക്ക് ജോലിയോട് വലിയ ആത്മാർത്ഥതയായിരുന്നു. സർക്കാർ ഏൽപ്പിക്കുന്ന ജോലി ഒരു ക്രേസ് ആയിരുന്നു. അത് ഫയലൊക്കെ ചെയ്ത് തീർക്കാനും അല്ലാത്ത ടെക്നിക്കൽ വർക്കൊക്കെ അതൊരു ഹരം പോലായിരുന്നു. സ്വാഭാവികമായിട്ടും ഈ മറിമായം കാണുന്നവർക്ക് അതുകൂടെ അറിയാൻ താല്പര്യം ഉണ്ടായിരിക്കും. എന്ത് സർവീസിലായിരുന്നു? ഞാൻ സർവേ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ജയകുമാർ തട്ടിമുട്ടി പയ്യൻസിന്റെ അത്യാവശ്യം പയ്യൻസിന് അതിന് മുമ്പ് ഇങ്ങനെ മുഖം കാണിക്കുന്നവരൊക്കെ വന്നിട്ടുണ്ടെങ്കിലും പയ്യൻസിന് ഒരു മാസ്റ്റർ പീസായിട്ട് പറയാൻ പറ്റുക തട്ടിമുട്ടി. അപ്പൊ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ, പുള്ളിയും സർവേ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. പ്രോഗ്രാം ഞാൻ കണ്ട് 3-4 എപ്പിസോഡ് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ 2 എപ്പിസോഡ് എഴുതി പുള്ളിയുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, തട്ടിമുട്ടി ഞാൻ പറയാം ഒന്ന് കൊടുത്തു നോക്ക് ഡയറക്ടറുടെ കയ്യിൽ. അവിടെ രാവിലെ ഇതും കൊണ്ടുപോയി പുള്ളി പിറ്റേന്ന് തന്നെ വിളിക്കുന്നു, ഇതാ ഷൂട്ട് ചെയ്യുന്നതെന്ന്. അങ്ങനെ പിന്നീട് ആ ഡയറക്ടർ എന്നെ വിളിച്ച് മറിമായം കാണാറുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞുണ്ട്. അപ്പൊ മറിമായം എഴുതുന്നത് എനിക്ക് വളരെ അപ്രാപ്യമാകുന്നൊരു തോന്നലായിരുന്നു. പുള്ളി പറഞ്ഞ് എഴുതുമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം എഴുതിയ 2-3 എണ്ണത്തിൽ 2 എണ്ണം എടുത്തു. പിന്നെ അങ്ങനെ എഴുതി തുടങ്ങും. ശരിക്കും എൻട്രി ഈ തട്ടിമുട്ടിയിലൂടെയാണ്. അതും 2 എപ്പിസോഡ് ഷൂട്ട് ചെയ്ത് 1 ടെലികാസ്റ്റ് ചെയ്തുള്ളൂ. അതിന്റെ ഒറിജിനൽ എഴുത്തുകാരൻ ആ പ്രോജക്റ്റ് കൊണ്ടുവന്ന ആൾ എന്തോ പ്രശ്നം ഉണ്ടാക്കിയെന്ന് എനിക്ക് തോന്നുന്നു. അത് പുള്ളി കുറ്റം പറഞ്ഞാലും കാര്യം. പുള്ളി പ്രോജക്റ്റ് കൊണ്ടെന്ന് വെച്ച് വേറെ വല്ലവരെ കൊണ്ട് മറിമായം പിന്നെ അങ്ങനല്ല, ഒരാൾ തന്നെ എഴുതണമെന്നില്ല. വിഷയം ദാരിദ്ര്യമൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അന്ന് ഞാൻ എഴുതുമ്പോഴും 2-3 പേര് അതിൽ എഴുതുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അത് എൻ്റെ മാത്രം തലയിലായി. പിന്നീട് അന്ന് എഴുതിക്കൊണ്ടിരുന്ന ജിയോ ബേബിയൊക്കെ സിനിമയായി പോയി, ഒരുപാട് സിനിമയൊക്കെ ഡയറക്റ്റ് ചെയ്തു. പിന്നെ ഒരു സജീഷ്, PN സജീഷ്, അവരൊക്കെ വേറെ മേഖലകളിലേക്ക് പോയി. എനിക്ക് വേറെ മേഖലയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടുത്തെ ഏറ്റവും അധികം മറിമായ എഴുതി ഞാൻ ആണ്. പിന്നെ മറിമായം അല്ലാതെ വേറെ ഏതാണോ? മറിമായം അല്ലാതെ ഉപ്പും മുളകും തുടങ്ങിയത് ഞാനാ. ഫസ്റ്റ് സീസൺ അതിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് ഞാനാ.
പിന്നെ കുറെ കൂടെ ഒക്കെ എഴുതിയോളൂ. അന്ന് ആഴ്ചയിൽ ഒന്നോ മറ്റോ ആയിരുന്നു അത് തുടങ്ങുന്നത്. ഈ അമൃത ടി.വിയിലോ മറ്റായിരുന്നു? അല്ല, അന്ന് ഫ്ലവേഴ്സിൽ. ഓക്കെ. ഞാനതിൽ നിന്ന് ഇറങ്ങി, പിന്നെ അതങ്ങ് കത്തി. ഇപ്പോഴത്തേക്ക് അതിനകത്ത് സ്ഥിരം റൈറ്ററായി. നമ്മളങ്ങോട്ട് പോകേണ്ട കാര്യം വന്നില്ല. പിന്നെ ഞാൻ തുടങ്ങിയതാണ് അളിയൻ വേഴ്സസ് അളിയൻ. അതിപ്പോഴും പോകുന്നുണ്ടല്ലോ. അത് ഇപ്പൊ അളിയൻസ് എന്ന് പറഞ്ഞിട്ട് 12,000 എപ്പിസോഡൊക്കെ. അളിയൻ വേഴ്സസ് അളിയൻ തന്നെ 500 എപ്പിസോഡ്. അളിയൻ തുടങ്ങിയത് അതിലാണ് തുടങ്ങിയത്. ഇപ്പൊ അളിയൻസ് എന്ന രീതിയിലേക്ക് അത് മാറിയിട്ടുണ്ട്. അതിനകത്തും 10-100 എപ്പിസോഡ് ഞാൻ എഴുതി. അളിയൻസിലും എഴുതിയിട്ടുണ്ട് 100ഓളം എപ്പിസോഡ്. അളിയൻ വേഴ്സസ് അളിയൻ ആദ്യത്തെ 10-40 എപ്പിസോഡ് ഞാൻ തന്നെ ആയിരുന്നു. അതൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്നത്. അതും ഇതുപോലെ അത് പിന്നെ എഴുതുന്നത് ഈസിയാ എന്നെ സംബന്ധിച്ച്. അത് ഈ മറിമ എഴുതുന്ന പോലെ അത്രയും കട്ടിയല്ല. ഇതുപോലൊരു കൃത്യമായ ശ്രദ്ധയുടെ ആവശ്യമില്ല എന്നാണ്. ഇല്ലില്ല, അത് കുടുംബകഥയല്ലേ. അടുക്കള കഥാപാത്രങ്ങൾ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആണ്. അടുക്കളക്കാര്യം, പിന്നെ അപ്പം ചുട്ട കാര്യം, ഉപ്പില്ലാത്ത കാര്യമൊക്കെ ആയിട്ട് അത് പോകാം. അങ്ങനെ പോകാൻ പറ്റും. മറിമായം പറ്റില്ല. മാത്രമല്ല മറിമായത്തിന് കുറച്ചുകൂടി സീരിയസ് പ്രേക്ഷകനുണ്ട് കേരളത്തിൽ. കാരണം സട്ടയർ ആസ്വദിക്കുക ചെറിയ കാര്യമല്ല. സാധാരണ കോമഡി ആസ്വദിക്കുന്ന ഒരു പ്രേക്ഷകനിൽ നിന്ന് ഒരല്പം കൂടി ഉയർന്ന തലത്തിൽ നിൽക്കുക. അത് മറ്റൊരു കുറഞ്ഞതെന്നല്ല പറഞ്ഞത്, അല്പം കൂടി ഉയർന്ന തലത്തിൽ രാഷ്ട്രീയ ബോധം കൂടി ഉള്ളവരാണ് ഇതിന്, അല്ലെ സാമൂഹ്യ ചിന്തയുടെ ഒരു സെക്കൻഡ് സ്റ്റെപ്പിൽ നിൽക്കുന്നവരാണ്, കുറച്ച് ഉയർന്ന സ്റ്റെപ്പിൽ നിൽക്കുന്നവരാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത്, സാധാരണ പെണ്ണുങ്ങൾ ഇത്തരം ഒന്നും അധികം കാണാറില്ല. ഇത് പെണ്ണുങ്ങളും കാണുന്നുണ്ട്. അത്യാവശ്യം യുവാക്കളും കാണും, പ്രായമായ ആണുങ്ങളും കാണും, ചെറുപ്പക്കാരും, എല്ലാ തരത്തിലുള്ള തലമുറയിലും എല്ലാ ലിംഗത്തിലുള്ള ആൾക്കാർ ഇത്. അത് സാധാരണ ഒരു അങ്ങനെയുള്ള പ്രോഗ്രാംസ് കുറവാണ്. ഈ ജനറേഷൻ ഡിവൈഡ് എന്ന് വിളിക്കുന്ന ഒരു സംഭവം മിക്കവാറും എല്ലാ പ്രോഗ്രാമിന്റെയും എല്ലാത്തിലും ഉള്ളതാണ്. പക്ഷെ മറിമായത്തിന് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഏറ്റവും ചെറിയ 10-16 കൊല്ലം കൊണ്ട് അത് ഒരേ പാറ്റേണിൽ പോകുന്നുണ്ട്. പ്രേക്ഷകൻ അങ്ങനെ തന്നെയുണ്ട്. കഥാപാത്രങ്ങൾ കുറെ അധികം മാറിയിട്ടുണ്ട്. കഥാപാത്രങ്ങൾക്കൊക്കെ, ആർട്ടിസ്റ്റുകൾക്കൊക്കെ പ്രായം 10-16 ആയി തുടങ്ങിയത്. അത് തന്നെ 40 വയസ്സിൽ അഭിനയിച്ചു തുടങ്ങിയാൽ 56 വയസ്സായി. പുതിയ കഥാപാത്രങ്ങൾ വരികയും ചെയ്തിട്ടുണ്ടല്ലോ. പുതിയതൊക്കെ വന്നിട്ടുണ്ട്. അതെ, ഇപ്പൊ സുമേഷ് എന്ന് വിളിക്കുന്ന ഒരു കഥാപാത്രം അദ്ദേഹത്തിന്റെ മരണത്തോടുകൂടി ഇല്ലാതെ. പക്ഷെ രാഘവേട്ടൻ അതിന് ശേഷമാണ്. അല്ല, അതിന് മുമ്പ് രാഘവേട്ടൻ അല്ല, ഒന്ന് ഹൈലൈറ്റിലേക്ക്. മറ്റേ രാഘവേട്ടൻ അതിഥി വേഷം പോലെയായിരുന്നു, വല്ലപ്പോഴും ഒക്കെ വരുന്നു. അല്ലെ, പാരിജാതനൊക്കെ ആ സമയത്ത് വളരെ താഴെ നിന്നിട്ട് പിന്നീട് ഉയർന്നു. അതെ, പാരിജാതനൊക്കെ ഞാൻ എഴുതി തുടങ്ങുന്ന കാലത്ത് ഞാൻ മുഖം എത്തി നോക്കുന്ന ഒരാൾ പോലെയുള്ളു സാധാരണ. പിന്നെ പാരിജാതനൊക്കെ ഒരുപാട് മെയിൻ വേഷങ്ങളൊക്കെ ഇന്നിപ്പോ വളരെയേറെ പിന്നെ ഈ പ്രേക്ഷക പിന്തുണയുള്ള ഏറ്റവും പ്രേക്ഷക പിന്തുണയുള്ള ആളാണ് പാരിജാതന്റെ ഒരു ക്യാരക്ടറിനും ആ അഭിനേതാവിന്റെ ഒരു അപ്പിയറൻസിനും അഭിനയത്തിനും ഒക്കെ നല്ല, ആ കഥാപാത്രം എങ്ങനെയുണ്ട് അതിന്റെ കംപ്ലീറ്റ് അല്ലേ ഒരു ഡിസ്പ്ലേ ആണെന്ന് തോന്നുന്നുണ്ട് അദ്ദേഹം. എങ്ങനെ ഇതിനകത്ത് ആർട്ടിസ്റ്റുകളൊക്കെ എങ്ങനെയാണ് ഈ ഓരോരുത്തരെയും തിരഞ്ഞെടുക്കുന്നത്? എങ്ങനെയായിരിക്കും അതിലേക്ക് എത്തിയത് ഇവരൊക്കെ? ആദ്യത്തെ യൂണിറ്റ് മാറിയല്ലോ. ആദ്യത്തെ യൂണിറ്റ് അങ്ങനെയുണ്ട്. അത് കഴിഞ്ഞ് പുതിയ ആൾക്കാർ എങ്ങനെയാണ് അതിലേക്ക് വന്നത്? പുതിയ ആൾക്കാർ പലതരത്തിലും വന്നു. പലതരത്തിൽ വന്ന അഭിനയിക്കാനുള്ള അതിയായ ആഗ്രഹം കൊണ്ട് സെറ്റിൽ തന്നെ ജോലി ഉപേക്ഷിച്ച് കിടന്ന് മുഖം കാണിച്ച് അങ്ങനെ വന്ന 1-2 പേരുണ്ട്. രാഘവേട്ടനൊക്കെ പിന്നെ പഴയ നാടകക്കാരനാണ്. അദ്ദേഹത്തിന് ഇവിടെ മനോരമയുമായിട്ട് അദ്ദേഹത്തിന്റെ മകൻ വഴി ഒരു ചെറിയ നൂൽബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ശ്രീകുമാറും പിന്നെ വൈഫും ഒരുമിച്ചുണ്ടായിരുന്നല്ലോ അതിനകത്ത്. അന്ന് വൈഫും അന്ന് ഭാര്യയും ഭർത്താവല്ല എങ്കിൽ അത് രണ്ടുപേരും ഉണ്ടായിരുന്ന ഒരു സമയത്ത്. ഇപ്പൊ ശ്രീകുമാറില്ലാന്ന് തോന്നുന്നു. ശ്രീകുമാർ ഇടയ്ക്ക്, കാരണം ഇവർക്കൊക്കെ സിനിമകളൊക്കെ വന്ന് തുടങ്ങുമ്പം ഇതൊരു തടസ്സമാണെങ്കിൽ അവര് വേറെ ട്രൈ ചെയ്യുമല്ലോ. അങ്ങനെ പോകുന്നതാണ്. അങ്ങനെയാണ്. പക്ഷെ മണ്ടോദരി ഹിറ്റാണ്. മണ്ടോദരി ഹിറ്റെന്ന് പറഞ്ഞാൽ ചില ആക്ഷനും നോട്ടവും വർത്തമാനവും ഒക്കെ കണ്ടാൽ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഈ മണ്ടോദരിക്ക് ഇന്ന് വരെ ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടില്ല. നമ്മൾ സാധാരണ എല്ലാ സീരിയലുകളൊക്കെ അത്യാവശ്യം കണ്ടുവിടുന്നതല്ലേ. ഇതിനകത്ത് ഇന്ന് വരെ ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതായിട്ട് എനിക്ക് അറിയത്തില്ല. അതിന് അർഹതപ്പെട്ട ഒരു സ്ത്രീയാണ്. നല്ല പെർഫോമൻസ്. ഒരു റീടേക്ക് വേണ്ടി വരത്തില്ല, ഡയലോഗ് തെറ്റാറില്ല,
ഇടയ്ക്കൊക്കെ ഞാൻ ചിലപ്പോൾ ലൊക്കേഷനിൽ പോകുന്നതുകൊണ്ട് എനിക്കറിയാം. സാർ ലൊക്കേഷനിൽ പോകാറുണ്ടോ? അപൂർവമായിട്ട് പോയപ്പോഴൊക്കെ ചെറിയ ചെറിയ വേഷം ചെയ്യുകയും ചെയ്യും. ഓക്കെ ഓക്കെ. പിന്നിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് മുമ്പോട്ട് കയറിയിരിക്കാം. ഈ മാസത്തിൽ 2 ഷെഡ്യൂൾ, മാസത്തിൽ 2 ഷെഡ്യൂൾ, 4 ദിവസം വീതം, 4 ദിവസം. ഇത് ഒരു മാസം ഇതിനകത്ത് 8 എപ്പിസോഡ്, 8 എപ്പിസോഡേ ഉള്ളൂ. അത് 4 എപ്പിസോഡ് ഉള്ളായിരുന്നു 2-3 കൊല്ലം മുമ്പ് വരെ. ആഴ്ചയിൽ ഒന്നായിരുന്നു. ഇപ്പൊ ആഴ്ചയിൽ 2 വീതം. അപ്പൊ 2 ഷെഡ്യൂളിൽ തീരും. അതുകൊണ്ട് ഇത്ര 16 കൊല്ലമായിട്ടും 2000-ൽ എത്തുന്നതേ ഉള്ളല്ലോ. 1000-ൽ എത്തുന്നതേ ഉള്ളൂ. 1000 ആയിട്ടില്ല അത്. 1000 ആയിട്ടില്ല. ഓക്കെ ഓക്കെ. എവിടെയാണ് ലൊക്കേഷൻ? ഇതിന്റെ ലൊക്കേഷൻ അരൂര് സ്റ്റുഡിയോയിൽ തന്നെ. സ്റ്റുഡിയോയിലാണ്. ഒരു സ്ഥിരം വീട് കാണാം, ഒരു സ്റ്റീൽ കമ്പിയൊക്കെ ഉള്ള ആ വീട് അതിനടുത്തുള്ള അരൂര്. മനോരമയുടെ സ്റ്റുഡിയോയ്ക്കകത്തല്ല, പുറത്തുള്ള വീട്. ഓക്കെ ഓക്കെ. അത് ഈ മനോരമയുടെ സ്റ്റഡിയിലുള്ള വീടാണ്? അല്ലല്ല, ഒരമ്മയുടെ വീടാണ്. ഓക്കെ ഓക്കെ. അങ്ങനെ എടുത്തിട്ടുള്ളതാണ്. മറിമായത്തിന്റെ പിന്നണിയിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ഭാഗത്തിൽ നമുക്ക് വീണ്ടും കാണാം.